കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 6, 7 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കാൻ തുടങ്ങി. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു. അവൻ കൽപ്പിച്ചു, യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും, അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. ചെരുപ്പ് ധരിക്കാം, 2 ഉടുപ്പുകൾ ധരിക്കരുത്. അവൻ തുടർന്നു, നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടം വിട്ടുപോകുന്നത് വരെ ആ വീട്ടിൽ താമസിക്കുവിൻ. എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു. അനേകം പിശാചുക്കളെ പുറത്താക്കി, അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് തിരുസഭയിൽ അനുസ്മരിക്കുന്ന ഒരു വിശുദ്ധയുണ്ട്, വിശുദ്ധ ബ്രിജിത്ത. വിശുദ്ധ ബ്രിജിത്ത അയർലൻഡിൻ്റെ മധ്യസ്ഥയാണ്. ഈ ഒരു വ്യക്തി മൂലം അയർലൻഡിലുടനീളം വലിയ സമാധാനം സന്തോഷമുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയൊരു ചൊല്ലുണ്ടായിരുന്നു, വിശുദ്ധ ബ്രിജിത്തായുടെ മുഖം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മുഖം പോലെയായിരുന്നു. വളരെ സുന്ദരിയായിരുന്ന ഈ വ്യക്തിയെ വിവാഹം ചെയ്യാനായിട്ട് പല ചെറുപ്പക്കാരും ആഗ്രഹിച്ചു. അങ്ങനെ കാമുകന്മാർ പുറകെ നടന്നപ്പോൾ ബ്രിജിത്ത ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ ഈ സൗന്ദര്യമൊക്കെ അങ്ങ് എടുത്തു കളയുക. ഈ സൗന്ദര്യം നോക്കിയാണ് ഇവരൊക്കെ പുറകെ വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ സൗന്ദര്യം വേണം, എനിക്ക് അങ്ങയെ സ്നേഹിച്ച് വിശുദ്ധിയിൽ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കണം. സാധാരണ നമുക്ക് വല്ല വിരൂപമായ മുഖം മാറി കിട്ടാനും സൗന്ദര്യ വർധനയ്ക്ക് വേണ്ടിയൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. ഉണ്ടായിരുന്ന സൗന്ദര്യം വേണ്ടാന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചൊരു വ്യക്തി. ഇനി അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അവളുടെ കണ്ണുകളിൽ ഒരു കണ്ണിൽ നീര് വന്നിട്ട് അവളുടെ മുഖം വിരൂപമായി. ഈ പുറകെ നടന്ന കാമുകന്മാർ, ഇവിടെ അഭിലഷിച്ച കാമുകന്മാരെല്ലാം വിട്ടുപോയി. അവർക്ക് ആർക്കും പിന്നെ വേണ്ടായിരുന്നു. അവസാനം ഈ വ്യക്തി സമർപ്പണ ജീവിതത്തിന് തയ്യാറായി. ഇനി അതിന് കോൺവെൻറ്റിൽ അതിന് വസ്ത്രമൊക്കെ, വിശിഷ്ട വസ്ത്രമൊക്കെ നൽകി കോൺവെൻറ്റിലായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവളുടെ പഴയ സൗന്ദര്യം തിരിച്ചു വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവളുടെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചു. ഇനി അവരുടെ ജീവിതം കണ്ട് ഒരുപാട് ചെറുപ്പക്കാർ അവളെ സമീപിച്ചു. അങ്ങനെ കൂടെ നിന്ന് അവരെല്ലാവരും ദൈവത്തിനു വേണ്ടി വിശുദ്ധ ജീവിതം നയിച്ച വ്യക്തികളാണ്. അങ്ങനെ ആ മഠത്തിൽ ചേർന്ന് സമർപ്പണ ജീവിതം നയിച്ച നിരവധി ആളുകൾ. ബ്രിജിത്ത ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, അവളുടെ സർവ്വസമ്പത്തും പാവങ്ങൾക്കായിട്ട് മാറ്റിവെച്ചു. പാവങ്ങൾക്ക് വേണ്ടി തൻ്റെ സമ്പത്തെല്ലാം മാറ്റിവെച്ചിട്ട് അവരെ സ്നേഹിച്ച് ശുശ്രൂഷിച്ച ഒരു വ്യക്തിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സമ്പത്തിനെ സ്നേഹിക്കുന്നതിനേക്കാൾ പാപങ്ങളെ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മുടെ സമ്പത്ത് പോലും ദൈവം പറയുന്നത് പോലെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്താൽ അത് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ നിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അത് പലിശയും കൂട്ടുപലിശയും ചേർത്ത് ദൈവം നമുക്ക് തിരികെ തന്നിരിക്കും എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടു, ദാവീദ് അദ്ദേഹത്തിനൊരു തിരിച്ചറിവായി, എൻ്റെ ഈ ലോക ജീവിതം തീരുന്നു. ഇനി അതുകൊണ്ട് സോളമനെ വിളിച്ചിട്ട് അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല അവന് കൊടുത്ത വലിയ ഒരു ഉപദേശം, മകനെ, നീ ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം പാലിക്കുക. അങ്ങനെ പാലിച്ച് നീ നിൻ്റെ ജീവിതത്തിൽ മുമ്പോട്ട് പോയാൽ ദൈവം എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാകും, ദൈവാനുഗ്രഹം നിൻ്റെ കൂടെ ഉണ്ടാകും. ഇത് ബോധ്യമായ വ്യക്തികൾക്ക്, മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ.
ഈ ബോധ്യത്തോടെ ജീവിക്കുന്നവർക്കാണ് അവരുടെ മക്കൾക്കും ഈ ഉപദേശം കൊടുത്ത് അവരെയും സുരക്ഷിതരാക്കാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മാതാപിതാക്കളിൽ നിന്നും മക്കൾക്ക് കിട്ടേണ്ടത് അവരുടെ സമ്പത്ത് എന്നതിനേക്കാൾ ഈ അനുഗ്രഹമാണ്, ഈ ആശീർവാദം. ഇനി അതിന് വലിയ ആഗ്രഹമൊന്നും ഇല്ലാതെ കണ്ട് എങ്ങനെയെങ്കിലും മാതാപിതാക്കളുടെ സമ്പത്ത് പിടിച്ചെടുത്തിട്ട് പിന്നെ അവർ ആരെങ്കിലും നോക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നവരുണ്ട്. അതെല്ലാം നമുക്ക് മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ട ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് അവരുടെ അനുഗ്രഹം, അവരുടെ ആശീർവാദം. ഏസാവ് അപ്പൻ്റെ കാല് പിടിച്ച് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും, എന്നെയും കൂടെ ഒന്ന് അനുഗ്രഹിച്ചു കൂടെ, എന്നെ അനുഗ്രഹിക്കുക, എനിക്കും ആ അനുഗ്രഹം വേണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാതാപിതാക്കളുടെ അനുഗ്രഹത്തിൻ്റെ വില മനസ്സിലാക്കിയിരുന്നത് കൊണ്ടാണ് അവൻ അപ്രകാരം യാചിക്കാൻ സാധിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയും. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നു, യേശു 12 പേരെ വിളിച്ച് അവർക്ക് അധികാരം കൊടുത്തു. അതുവരെ അനുഗ്രഹമായിരുന്നു. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിനെ കാണാൻ പറ്റും. എന്നിട്ട് അവരെ വലിയ ഒരു ദൗത്യം ഏൽപ്പിച്ചു. ഈ 2 പേരായി അയച്ചിട്ട് അവർ കൊടുത്ത ദൗത്യം ഇതായിരുന്നു, നിങ്ങൾ പോയി സുവിശേഷം പ്രഘോഷിക്കുക. സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് അപ്പസ്തോലന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്. സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ കടമയാണ്. ഞാനത് ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്ന് പൗലോസ്ലീഹ വിളിച്ചു പറഞ്ഞത് ഈ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നുകൊണ്ടാണ്. ഇതെൻ്റെ കടമയാണ്, ഇതെല്ലാ ക്രിസ്ത്യാനികളുടെയും കടമയാണ്, സുവിശേഷം പ്രഘോഷിക്കണം. ഏതെങ്കിലും വിധത്തിൽ നമുക്ക് വാമൊഴിയാ സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സഹനങ്ങൾ കാഴ്ചവെക്കുന്നതിലൂടെ നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റും. നമ്മുടെ സമ്പത്ത് സുവിശേഷത്തിനായിട്ട് നമ്മൾ കണ്ട ബ്രിജിത്തിനെ പോലെ നമ്മൾ ചെയ്യുമ്പോൾ അത് വലിയൊരു സുവിശേഷ പ്രഘോഷണമായിട്ട് മാറുന്നു എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ സുവിശേഷ പ്രഘോഷണം നടത്തി മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ അർത്ഥവത്താകും, നമുക്ക് ആത്മാക്കളെ നേടാൻ പറ്റും, ദൈവരാജ്യം നമ്മളിലൂടെ വളരുന്ന അനുഭവം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, അപ്പസ്തോലന്മാരെ കർത്താവ് നിയോഗിച്ചപ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യം, സുപ്രധാനമായ കാര്യം നിങ്ങൾ മറക്കരുത്. സുപ്രധാനമായത് നിങ്ങൾക്ക് ദൈവപരിപാലനയിൽ ആശ്രയിക്കാൻ പറ്റും. ദൈവപരിപാലനയിൽ ആശ്രയിച്ച് നിങ്ങൾ പൊക്കോ, ദൈവത്തെ കൊണ്ട് പൊക്കോ. ദൈവം നൽകുന്ന അധികാരത്തിൽ നിങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചോ, നിങ്ങൾ ശക്തരായിരിക്കും, നിങ്ങളുടെ ശുശ്രൂഷകൾ അനുഗ്രഹപ്രദമായിരിക്കും. ഇന്നൊരു പക്ഷേ നമ്മൾ ഈ ഒരു കാര്യത്തിനേക്കാളും നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കുന്നത് എത്രമാത്രം സമ്പത്ത് നമുക്കുണ്ട്, എത്രമാത്രം ലോകത്തിൽ അംഗീകാരം നമുക്കുണ്ട്. അതൊക്കെ കുറവാണെന്ന് തോന്നിയാൽ അതൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി രാവും പകലും നമ്മൾ അധ്വാനിച്ചെന്ന് വരും. കർത്താവ് പറഞ്ഞൊരു കാര്യം, ഇതിനേക്കാളൊക്കെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, സംരക്ഷണമാണ്, ദൈവപരിപാലന. ദൈവം നമ്മെ പരിപാലിക്കും എന്നുള്ള ആ ഒരു ബോധ്യത്തോടെ നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ ദൈവം നമ്മുടെ കൂടെ വരും. നമ്മൾ കാണുന്നുണ്ട്, 1 സാമുവേൽ 18:14 വായിച്ചാൽ ദാവീദ് എവിടെയെല്ലാം പോയോ കർത്താവ് അവൻ്റെ കൂടെ പോയി. അതുകൊണ്ട് അവൻ്റെ ചെറുതും വലുതുമായ സകല സംരംഭങ്ങളും വിജയം കണ്ടു. കാരണം ആ വിജയത്തിൻ്റെ പിന്നിൽ കർത്താവായിരുന്നു, ദൈവാനുഗ്രഹമായിരുന്നു. ഉൽപ്പത്തി 39 വായിച്ചാൽ പഴയ നിയമത്തിലെ ജോസഫിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജോസഫ് എന്തെല്ലാം ചെയ്തോ അതെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു, വിജയം കണ്ടു. അതുകൊണ്ടാണ് പോത്തിഫർ തൻ്റെ ഭാര്യ ഒഴികെ ബാക്കിയെല്ലാം ഇവൻ്റെ നിയന്ത്രണത്തിൽ വിട്ടുകൊടുത്തത്. കാരണം അവൻ തൊട്ടതെല്ലാം ദൈവം വിജയിപ്പിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് പോത്തിഫർ നേരിട്ട് കണ്ടൊരു കാര്യമാണ്. ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇതാണ്, ദൈവം കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അത് വിജയം കാണണം. ഇന്ന് ചില ക്രിസ്ത്യാനികൾ പോലും പറയുന്നത് പരിതാപകരം, ഞാൻ എവിടെ ചെന്ന് തൊട്ടാലും അതെല്ലാം പരാജയമാണ്, എൻ്റെ തലയിലെടുത്ത് അങ്ങനെയോ മറ്റാ, അതുകൊണ്ട് എവിടെ ചെന്ന് തൊട്ടാലും എനിക്ക് പരാജയം മാത്രമാണുള്ളത്. ഇങ്ങനെ പറയേണ്ടവരല്ല ക്രിസ്ത്യാനികൾ. ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആ ദൈവം എൻ്റെ എല്ലാ സംരംഭങ്ങളെയും വിജയിപ്പിക്കും. അതിന് ദൈവത്തിൻ്റെ കൂടെ നിൽക്കാനും ദൈവം കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാനും നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളവരുടെ പ്രവർത്തനങ്ങളാണ് വിജയം കാണുക. അതുകൊണ്ടാണ് സുഭാഷിതങ്ങൾ 16:3 നമ്മൾ വായിക്കുന്നുണ്ട്, നിൻ്റെ അധ്വാനം ദൈവത്തിന് അർപ്പിക്കുക. ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ 24 മണിക്കൂറും ചങ്ക് പൊട്ടി ഇത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ ഒരു 24 മിനിറ്റ് അതിനകത്തുനിന്ന് പ്രാർത്ഥനയ്ക്ക് മാറ്റി വെച്ചെങ്കിൽ
അവരുടെ ജീവിത പ്രവർത്തനങ്ങളെല്ലാം, അവരുടെ പ്രയത്നങ്ങളെല്ലാം ഫലമണിയുന്നത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ പ്രയത്നം കർത്താവിന് അർപ്പിക്കുക. നിന്റെ പ്രയത്നത്തോടൊപ്പം ദൈവാനുഗ്രഹം കൂടെ വേണം. ആ ദൈവാനുഗ്രഹം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കണം, ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അങ്ങനെ ദൈവാനുഗ്രഹത്തിൽ ചാലിച്ച മനുഷ്യ പ്രയത്നം, അതാണ് ഏറ്റവും നല്ല വിജയം നമുക്ക് സമ്മാനിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഇത് വിശ്വാസത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം ഏത് പ്രതിസന്ധിയിലും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം നമ്മളല്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന കർത്താവ് അതിനുള്ള കൃപ തന്ന് നമ്മളെ അനുഗ്രഹിക്കും. ഈ ബോധ്യത്തോടെ ഇനിയുള്ള കാലം ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.